ഹായ്, നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ? അതിനു വേണ്ടി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റാഗിയാണേ. അതിനു വേണ്ടി 1 കപ്പ് കൂരവ്, പിന്നെ 1/4 കപ്പ് ചെറുപയർ, കുറച്ച് ഉലുവ, ഇവ 2-3 വെള്ളം നല്ലോണം കഴുകിയതിന് ശേഷം കുതിരാൻ വയ്ക്കാം. ഒരു 6-7 മണിക്കൂർ ഇതിനെ കുതിർക്കാൻ വയ്ക്കണം. നന്നായിട്ട് കുതിർന്ന റാഗിയും ചെറുപയറിനും നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറേശ്ശെയായി അരച്ചെടുക്കാം. കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ നമുക്ക് അരച്ചെടുക്കാൻ ഉപയോഗിക്കാം. അരയ്ക്കാൻ സമയം നമ്മൾ ഇതിലേക്ക് 2-3 വറ്റൽ മുളക്, അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കറിവേപ്പിലയും കുറച്ച് ഇത് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി ചെറുപയർ ദോശ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. അടുത്ത് കല്ല് ചൂടായതിന് ശേഷം നമുക്ക് ദോശമാവ് ഒഴിച്ച് നല്ല പരത്തിയതിന് ശേഷം നല്ലവണ്ണം പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് അല്പം കൂടി ടേസ്റ്റ് കൂടുതൽ, പക്ഷേ ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. ഈ ദോശയ്ക്കൊപ്പം ഏത് കറി ഉപയോഗിക്കാം. ഞാനിവിടെ കടലക്കറിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ദോശ ചൂടോടെ ചുട്ടെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. ഇങ്ങനെയുള്ള റെസിപ്പികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.